ഹലോ മൈ ഡിയർ യൂട്യൂബ് ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയെ എനിക്കൊരു ഹോം ടൂറായോ അല്ലെങ്കിൽ സം ഡേയ്സ് ഇൻ മൈ ഹോമായിട്ടോ അല്ലെങ്കിൽ മെമ്മറീസ് ഓഫ് മൈ വെക്കേഷൻ എന്തായിട്ടാണ് കാണിക്കാൻ പറ്റുകയെന്നറിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെയായി ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ കമ്മിങ് ടു ദ പോയിൻറ്റ്, ഇതാണ് ഞാൻ കളിച്ചു വളർന്ന എൻ്റെ വീട്. കളിച്ചു വളർന്ന എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല, കാരണം ഈ വീട്ടിൽ വെക്കേഷന് മാത്രം വരുന്നൊരു ഗസ്റ്റായിരുന്നു ഞാൻ. അങ്ങനെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അതൊക്കെ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ എൻ്റെ ബേസിക് ഡീറ്റെയിൽസ്, എൻ്റെ വീട്ടിലെ മെമ്പേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഔട്ട്ഡോർ ഗാർഡനാണ്. ഗാർഡൻ എന്നൊക്കെ പറയാമോ എന്നറിയില്ല. അവിടുന്ന് ഇവിടുന്നും ഒക്കെ കിട്ടിയ കുറേ ഇലച്ചെടികളുണ്ട് ഇവിടെ. ഈ ചെടികളൊക്കെ വലിയ താല്പര്യമായതുകൊണ്ട് നല്ല ചെടികൾ എവിടെ കണ്ടാലും ഞാൻ കൊണ്ടുവയ്ക്കും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, എന്നാലും കൊണ്ട് വെക്കാനൊക്കെ വലിയ താല്പര്യമാണ്. പിന്നെ നാട്ടിലൊക്കെ നല്ല മഴയായത് കാരണം നല്ലപോലെ കിളിർത്ത് വരികയും ചെയ്യുമല്ലോ. ഇത് കണ്ടോ, വർഷങ്ങൾ പഴക്കമുള്ളൊരു പുളിമരമാണിത്. സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയാണ്, അല്ലാതെ മീൻ പുളിയല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ചില ആളുകൾ ഇത് മീനിലും ഇടും, തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് പോലും വേണ്ട ഇവനെ. പണ്ടൊക്കെ ഉപ്പും കൂട്ടി അല്ലാതെയൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. ഈ ചെടിയുടെ പേര് ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയില്ല കേട്ടോ. ഇതിനെ വാഴ എന്നാണ് വിളിക്കുന്നത്. കാട് പോലെ അങ്ങ് വളരും. അതുകൊണ്ട് ഇവൻ്റെ സ്ഥാനം ഇപ്പോൾ മതിലിന് പുറത്താണ്. ഇതിൻ്റെ ഈ കൊല കാണാൻ നല്ല രസമല്ലേ? നമ്മുടെ ഒറിജിനൽ വാഴയിലെ കൂമ്പിൽ നിന്ന് കിട്ടുന്നത് പോലെ ഇതിനകത്തും തേനുണ്ട്. ഇതൊക്കെ പിന്നെ പണ്ടേ ഉള്ള ഇലച്ചെടികളാണ്. പിന്നെ ഇത് കുരുമുളക് ഉണ്ടാകുന്നത്, പിന്നെ ഇത് കാന്താരി നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് സർവ്വസുഗന്ധി. ഇതിൻ്റെ ഇല ഇറച്ചിക്കറികളിലൊക്കെ ചേർക്കാൻ കൊള്ളാം. മുല്ല, പിന്നെ ഇത് വയണയില, കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ കറ്റാർ വാഴ, ഇത് മണി പ്ലാന്റ്, ഇവിടെ ഇരുമ്പൻ പുളിയുടെ ഒരു മരമുണ്ട്. പിന്നെ ചക്കയൊക്കെ ഏതാണ്ട് വെറുതെ കിടക്കുന്നു. അങ്ങനെ ഞാൻ ഈ പുറത്തുകൂടി നടക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം പുറകുവശത്ത് നിന്ന് വാഴയെല്ലാം അങ്ങ് വീണു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇലയെല്ലാം വെറുതെ പോകുന്നു. എന്നാൽ പിന്നെ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഇലയിലൊക്കെ ഊണ് കഴിച്ചിട്ട് എത്ര നാളായി, എന്നാൽ പിന്നെ ഇന്ന് തന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു ഞാൻ. പിന്നെ കിച്ചണിൽ കയറി ഫിഷ് കറി, ബീട്രൂട്ട് തോരന്, ഒരു വലിയ വെള്ളരിക്ക വാങ്ങിയിരുന്നു. അത് ചങ്ങനാശ്ശേരി മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ചതാണ്. അത് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് അരച്ച് ഒരു ഒഴിച്ചു കറിയും കൂടി വെച്ചു. ചോറുണ്ട് കളയാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നോക്കിയപ്പോൾ നല്ല മഴ. അങ്ങനെ ആ മഴയുടെ മൂഡ് മാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇലയിൽ ചോറും കറികളും എല്ലാം വിളമ്പി കഴിക്കാൻ തുടങ്ങി. എന്തോ ഒരു വലിയ സംഭവം നടന്നതുപോലെയായിരുന്നു എനിക്ക്. പിന്നെ ഒരു വലിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ സിസ്റ്റർ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി. സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത്താഴം കഴിച്ചു. മമ്മിയോട് അങ്ങനെ അന്നത്തെ വിശേഷമെല്ലാം സംസാരിച്ച് പോയി കിടന്നു ഞാൻ. ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അന്ത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകനേശുവന, ലോകരക്ഷകനേശുവന.
അപ്പോഴാണ് ഞാൻ ഓർത്തൊരു ഹോം ടൂർ കൂടി ഇവിടെ ചേർക്കാമെന്ന്. എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ വീടും കൂടി ഒന്ന് കണ്ടിരിക്കാമല്ലോ അല്ലേ. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി. ഞങ്ങൾ 4 മക്കളാണ്. എല്ലാവരുടെയും കൂടി ഒത്തുകൂടിയപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നേ. അതിൻ്റെ ഫോട്ടോസ് കൂടി കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമേ. അപ്പോൾ ഈ ചെറിയ ചാനലിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയായി വീണ്ടും കണ്ടുമുട്ടും വരെ ബായ്.